30ാമത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നറിയപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ 1992 ഫ്രെയിംവർക്ക് ഉടമ്പടിയിൽ പങ്കാളികളായ 197 രാജ്യങ്ങളുടെ ഇക്കൊല്ലത്തെ സമ്മേളനം ഔപചാരികമായി ബ്രസീലിലെ ആമസോൺ നദീമുഖത്തുള്ള ബെലേം എന്ന ചെറുനഗരത്തിൽ ആരംഭിക്കും. രാഷ്ട്രങ്ങളുടെയും സർക്കാരുകളുടെയും തലവന്മാർ, ഉന്നത ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ, പരിസ്ഥിതി പ്രവർത്തകർ, കോർപ്പറേറ്റ് പ്രതിനിധികൾ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങി ലോക ജനസംഖ്യയുടെ ഒരു പരിച്ഛേദത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒന്നായി COP കഴിഞ്ഞ 33 വർഷങ്ങൾ കൊണ്ട് വളർന്നു കഴിഞ്ഞു. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന രാഷ്ട്ര സർക്കാർ തലവന്മാരുടെ ഉച്ചകോടിയെ തുടർന്ന് തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഔപചാരിക സമ്മേളന നടപടികൾ നവംബർ 21 വരെയെങ്കിലും നീണ്ടു നിൽക്കും. ആഗോളതാപന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് സംബന്ധിച്ച പരിപാടികൾ, അതിനായുള്ള വിഭവ സമാഹരണം, അവയുടെ നടത്തിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നിവയിൽ സമവായത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ എത്തിച്ചേരാനായില്ലെങ്കിൽ നടപടിക്രമം നീണ്ടുപോവുക മുൻ കീഴ്വഴക്കമാണ്. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയാത്ത കടുത്ത യാഥാസ്ഥിതിക രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് COP30 സമ്മേളിക്കുന്നത്. ആഗോളതാപനം വ്യാവസായിക വിപ്ലവത്തിന്റെ മുമ്പുള്ളതിനേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസായി പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല കാരണങ്ങളാൽ ഭേദിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന് പ്രകൃതിദത്തമായ കാരണങ്ങൾ കണ്ടെത്താമെങ്കിലും ഏറെയും അവ മനുഷ്യനിർമ്മിതമാണ്. ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം ക്രമാനുഗതമായി പരിമിതപ്പെടുത്താൻ വികസ്വര സമ്പദ്ഘടനകൾ വിസമ്മതിക്കുന്നതാണ് ഇതിന് മുഖ്യ കാരണം. ജൈവ ഇന്ധനങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നൽകി വരുന്ന 7 ലക്ഷം കോടിയിൽ പരം US ഡോളറിന് തുല്യമായ സബ്സിഡി സർക്കാരുകൾ തന്നെ എങ്ങനെയാണ് ആഗോളതാപന ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്നുവെന്നതിനേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്തരീക്ഷ മലിനീകരണം, കാർബൺ പുറന്തള്ളൽ തുടങ്ങി ആഗോളതാപനത്തിൽ മുന്നണിയിൽ നിൽക്കുന്ന US, ചൈന, ഇന്ത്യ, റഷ്യ തുടങ്ങിയ സമ്പദ്ഘടനകളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രമുഖ രാഷ്ട്രങ്ങളുടെ രാഷ്ട്ര സർക്കാർ നേതാക്കൾ ബ്രസീലിൽ നടക്കുന്ന COP30 പങ്കെടുക്കുന്നില്ല എന്നത് അതിന്റെ വിജയത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന ആശങ്ക ശക്തമാണ്. ഒന്നാം ട്രംപ് ഭരണകൂടം കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയിരുന്നു. ബൈഡൻ ഭരണത്തിൽ US ഉടമ്പടിയിൽ തിരിച്ചെത്തിയെങ്കിലും ഇപ്പോൾ വീണ്ടും ട്രംപ് ഭരണകൂടം ഉടമ്പടിയിൽ നിന്നും പിന്മാറ്റം പ്രഖ്യാപിക്കുകയും ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ ബ്രസീൽ സമ്മേളനത്തിലേക്ക് അയക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഇന്ത്യ അടക്കം രാജ്യങ്ങൾക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും എക്സോൺ മൊബൈൽ അടക്കം അമേരിക്കൻ കമ്പനികൾക്ക് പുതിയ ഖനന കരാറുകൾ അനുവദിക്കുകയും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഷെൽ ഓയിൽ അടക്കം ഈ ജൈവ ഇന്ധനങ്ങൾക്കായി ലോകവിപണി കൈയടക്കാനുള്ള ശ്രമത്തിലുമാണ്. ജൈവ ഇന്ധനങ്ങൾ ക്രമാനുഗതമായി ഉപേക്ഷിച്ച് സുസ്ഥിര ബദൽ സ്രോതസ്സുകളിലേക്ക് മാറുന്നതിനും കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും തടയുന്നതിന് നിലവിലുള്ള മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിനും ഭൂമിക്ക് മേൽ ഹരിതാവരണം വ്യാപിപ്പിക്കുന്നതിനും വികസ്വര അവികസിത രാജ്യങ്ങളെ സഹായിക്കുന്നതിനും പാരീസ് ഉടമ്പടി അടക്കം കരാറുകൾ വാഗ്ദാനം നൽകുന്ന സാമ്പത്തിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സമ്പന്ന ഉത്തരഗോള രാഷ്ട്രങ്ങൾ ഗുരുതര വീഴ്ചയാണ് വരുത്തുന്നത്. കോർപ്പറേറ്റ് ലാഭ താൽപര്യങ്ങളുടെ സംരക്ഷകരായി വർത്തിക്കുന്ന മോഡി ഭരണകൂടത്തിന്റെ പ്രഖ്യാപനങ്ങളും പ്രവൃത്തിയും ആഗോളതാപന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ തെല്ലും വ്യത്യസ്തമല്ല. ലോകമെമ്പാടുമുള്ള ഊർജ ഉൽപാദന വ്യാപാര കുത്തകകളിൽ നിന്നും ഒട്ടും ഭിന്നമല്ല ഈ രംഗത്തെ ഇന്ത്യൻ കോർപ്പറേറ്റ് കുത്തകകളും. അദാനിമാരും അംബാനിമാരും അവരുടെ ലാഭ താൽപര്യങ്ങളുമാണ് മോഡി ഭരണകൂടത്തിന്റെ ഈ രംഗത്തെ നയസമീപനങ്ങളെ നിർണ്ണയിക്കുന്നത്. കൽക്കരി അധിഷ്ഠിത ഊർജ ഉൽപാദനത്തിന്റെയും വ്യാപാരത്തിന്റെയും കുത്തക കൈയാളുന്ന അദാനിമാർ തന്നെയാണ് ഇന്ത്യയുടെ സൗരോർജ വ്യവസായത്തിന്റെയും അധിപന്മാർ. അത് നൽകുന്ന സന്ദേശം ഒരിക്കലും ആഗോളതാപന ലക്ഷ്യങ്ങൾക്ക് അനുകൂലമാവില്ല എന്നത് വ്യക്തം. ബ്രസീലിൽ ആരംഭിച്ച COP30 മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആഗോളതാപന പ്രതിരോധ പദ്ധതികളിൽ ഒന്നാണ് ആമസോൺ അടക്കം ലോകത്തെ മഴക്കാടുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിട്ടുള്ള നിതാന്ത മഴക്കാട് വ്യവസ്ഥ എന്ന് പരിഭാഷപ്പെടുത്താവുന്ന ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി. നാശോന്മുഖമായ മഴക്കാടുകളുടെ സംരക്ഷണത്തിനായുള്ള ബഹുമുഖ നിധി സമാഹരണമാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. വിഭവങ്ങൾക്കും ലാഭത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിലും വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം, പട്ടിണി, തൊഴിൽ രാഹിത്യം എന്നിവ വനങ്ങളുടെയും വിശിഷ്യ മഴക്കാടുകളുടെ കയ്യേറ്റത്തിനും നശീകരണത്തിനും കാരണമാകുന്നു. അത് തടയണമെങ്കിൽ വനങ്ങളിൽ ജീവിക്കുകയും വനവിഭവങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഗോത്ര ജനതകളുടെ സംരക്ഷണം അനിവാര്യമാണ്. കോർപ്പറേറ്റ് ലാഭക്കൊതിയുടെ ഇരകളായി മാറുന്ന ഈ ജനതകളെ വനസംരക്ഷകരായി മാറ്റുക
എന്ന ദൗത്യം ഏറ്റെടുക്കാൻ ദക്ഷിണഗോളത്തിലെ രാഷ്ട്രങ്ങളെ പ്രാപ്തരാക്കാൻ വരുന്ന 3 വർഷത്തേക്ക് ആമസോൺ മഴക്കാടുകളുടെ സിംഹഭാഗത്തെയും ഉൾക്കൊള്ളുന്ന ബ്രസീലിന് മാത്രം $12,500 കോടി ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കുന്നത്. അതുവഴി ലോകത്തിന്റെ ശ്വാസകോശമായി കണക്കാക്കപ്പെടുന്ന ആമസോൺ മഴക്കാടുകളെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കാനായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിലേക്ക് ഇതിനകം നോർവേ, ഫ്രാൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ $1,000 കോടി വാഗ്ദാനം നൽകി കഴിഞ്ഞു. ഈ പ്രതികരണം എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നില്ലെന്നും ഇരുൾ മൂടിയ ചക്രവാളത്തിൽ പ്രതീക്ഷയുടെ വെള്ളിരേഖകൾ ഇനിയും അവശേഷിക്കുന്നുവെന്നുമുള്ള സൂചനയാണ് നൽകുന്നത്.